ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊരു സുഹൃത്താണത് സജീർ വയനാട്, നമ്മളെ മുത്തട്ടോ. നല്ലൊരു കലാകാരനാണ്. നല്ല കലാകാരൻ എന്ന് പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല. നിങ്ങളേതായാലും കേട്ടു നോക്കി, ഞാൻ വിശദീകരിക്കണില്ല. ഇദ്ദേഹത്തിൻ്റെ സൗണ്ട് ഒന്ന് കേട്ടിട്ട് നിങ്ങൾ പറയാം. ആരൊക്കെ സൗണ്ട് എടുക്കുക? ആ ഫേവറേറ്റ് നമ്മളെ ആരാണ്? ഹരീഷ് കണാരല്ലേ? ഹരീഷ് കണാറിനും പിന്നെ നിർമ്മൽ പാലായി. ഇവരെ രണ്ടുപേരെ സൗണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വേറൊക്കെ ഒരുപാടുണ്ട്. ഏതായാലും ഇതിൽ ആദ്യം ഒരാളെ സൗണ്ട് നിർത്താം. ഹരീഷിന് എടുക്കാം. ഹരീഷിന്റെ നമ്മളെ ജാലിയം കാണാറുണ്ട്. തുടങ്ങിക്കോ. എന്താണ് ശിവാന്താർക്ക് ഇങ്ങനത്തെ ഒരു വർത്താനൊക്കെ? ഇതാപ്പ പുട്ട് എന്ന് പറഞ്ഞാല് ഇതൊന്നും അല്ല കേട്ടോ. പുട്ട് എന്ന് പറഞ്ഞാല് പണ്ട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് ഞാനുണ്ട്, ഗാന്ധിയുണ്ട്, നെഹ്റു ഉണ്ട്, താന്തിയാത്തോപ്പി ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ്, ഞങ്ങളൊക്കെ പാടെ അന്നത്തെ കൊസ്രാങ്കോളി ടീം മുഴുവനുണ്ട് കേട്ടോ. ഈ നോട്ടിൻ്റെ കഥ നോട്ടിൻ്റെ ഒരു ഭാഗത്തുണ്ട് ഒരു വെള്ള സാധനം വെച്ചിട്ട് എൻ്റെ ഫോട്ടോ ചോദിച്ചാലും കൊടുത്തില്ല അവനക്ക്. അപ്പോൾ ഇവർ ഐഡിയ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ ഈ വെള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ഞാൻ എന്തെങ്കിലും എൻ്റെ ഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ അവിടെ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട്. അത് എന്തിനാ അടിക്കുന്നറിയോ? ഇത് ചിലവാകണ്ടേ? സംഗതി ഉഷാറായി. എനിക്ക് ഉഷാറായിട്ട് തോന്നിയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇനി നിർമ്മൽ പാലായില്ലേ? നിർമ്മൽ പാലായി. നമ്മള് എന്താണ് ബാബോട്ട നിൽക്കണേ? എന്താണ് ബാബോട്ട? ചില ആളുകൾക്ക് പേരറിയില്ല. ബാബോട്ട എന്റെ മനസ്സിന്റെ സന്തോഷോ സങ്കടങ്ങൾ എന്റെ വീട്ടിലാണിത്. ഭയങ്കര മനസ്സിലാക്കിയത് ഈ ഒരു കലാകാരനെ വളർത്താൻ സമ്മതിക്കൂല, ഇന്നെ ഉയരത്തെ സമ്മതിക്കൂല. ഇവണ്ടല്ലോ ഇവന് എന്റെ പരയിൽ എൻ്റെ അമ്മ മീനിന്റെ മീൻ വരച്ചാൽ ഇവനൊക്കെ എന്റെ പരയിൽ ഉൾപ്പിലാണ്ട് കയറുന്നത് രണ്ടയില വെച്ച് കൊറ്റ തൊള്ളക്ക് മുണിഞ്ഞാളി നായി. ഉഷാറായി, അടിപൊളിയായി. ഇനി വേറുണ്ടോ? വേറെ അതിന് സഖാവ് പിണറായി വിജയന് വീഡിയോ എടുക്കല്ലോ. ഇത് മോശമല്ല കേട്ടോ. അല്ല, ഞാൻ ഇതിന്റെ കുറെ പേർക്ക് അറിയാം. ഇത് മോശമല്ല. പിണറായിന്റെ പറഞ്ഞാല് അവര് സംസാരിക്കും. നിങ്ങള് എന്താണ് മനസ്സിലാക്കിയത്? അടിപൊളി. ഈ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല. ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടാകും, പരിഹസിക്കുന്നവരുണ്ടാകും. അവർക്കൊക്കെ ആ വഴിക്ക് പോവുക എന്നതുള്ളൂ. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങള് ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. അത് നിറവേറ്റാൻ വേണ്ടി അധികാരത്തിൽ വന്നവരാണ് ഞങ്ങള്. ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ നിറവേറ്റാൻ ചെയ്യും. ഇങ്ങനെ പോകണം. ഇനി ഒന്നുകൂടെ എടുക്കാം. അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ, ഒരു സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യട്ടോ. എന്റെ പെങ്ങളെ കല്യാണം നിശ്ചയിക്കാനും നടത്താനും നിനക്കാണ് അധികാരം തന്നത്. ചത്തുപോയതിന്റെ അപ്പന്റെ അവകാശം കൊണ്ട് വന്നാണോ നീ? വേണ്ട, തന്തയില്ലാതെ ജനിച്ചതാ ഞാനും ഇവളും. ഇപ്പോഴും ജീവിക്കുന്നതും തന്തയില്ലാതെ തന്നെയാ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ കഴിഞ്ഞോളാം. നിന്റെ തന്തയുടെ സഹതാപം ഇവിടെ ഒരു പട്ടിക്കും വേണ്ടടാ. ഓക്കെ, വളരെ നന്ദി. താങ്ക് യു. ഉഷാറായി, അടിപൊളി.